വണ്ടി ഇൻഡിക്ക വിസ്റ്റ ക്വാർട്ടർജെറ്റാണ്. കംപ്ലൈൻറ്റ് ക്ലച്ച് പെഡൽ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിപ്പോയിന്നായിരുന്നു കസ്റ്റമറുടെ കംപ്ലൈൻറ്റ്. ഫുള്ളായി ഇറങ്ങിപ്പോയി, റിലീസായില്ല. പിന്നെ 2-3 പ്രാവശ്യം പമ്പ് ചെയ്ത് കാല് ബാക്കിലേക്ക് വലിച്ചെടുത്തപ്പോൾ റിലീസായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ക്ലച്ചിൻ്റെ CMC ക്ലച്ചിൽ സ്ലീവ് സിലിണ്ടർ, താഴെ വരുന്ന സ്ലീവ് സിലിണ്ടർ ലീക്കായിരുന്നു. നമ്മളിപ്പോൾ അഴിച്ചിട്ടുണ്ട്. അത് അഴിക്കാനായിട്ട് ഈ കാണുന്നതാണ് സിലിണ്ടർ. ഇപ്പോൾ നമ്മൾ മാറ്റിയതാണത്. അതിന് 2 12-ൻ്റെ ബോൾട്ടും ക്ലച്ചിൻ്റെ ട്യൂബും പൈപ്പും മാത്രമേ അതിനകത്ത് കണക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ 2 ബോൾട്ട് അഴിച്ചെടുത്തതിന് ശേഷം പുറത്തെടുക്കാം. പഴയത് ഇതായിരുന്നു. പഴയത് ഫുള്ളായി ലീക്കായിരിക്കുകയാണ്. ബോൾട്ട് അഴിച്ചേക്കണം. അല്ല, കംപ്ലീറ്റ് ഓയിലാണ്. അതിൻ്റെ ഉള്ളിൽ വാഷർ പോയിട്ട് ലീക്ക് ഔട്ടായിരിക്കുകയാണത് കംപ്ലീറ്റ്. അതുകൊണ്ടാണ് ക്ലച്ച് പെഡൽ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയി റിലീസാകാതിരുന്നത്. പിന്നെ ആൾ ബാക്ക് വലിച്ചിട്ട് പെഡൽ വലിച്ചിട്ട് പമ്പ് ചെയ്തപ്പോൾ റെഡിയായി. 10-20 കിലോമീറ്റർ ഓടിച്ചിട്ട് വന്നു. അപ്പോൾ സിലിണ്ടർ വില വരുന്നത് 1436 രൂപ സ്റ്റാർട്ടഡ് തന്നെ ഓയിയാണ്. നമ്മളത് സെറ്റ് ചെയ്തു. ഇത് സെറ്റ് ചെയ്ത് മാത്രമല്ല, ഇതിൻ്റെ ബ്ലീഡിങ് ഇത്തിരി ടഫാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പെഡൽ കിട്ടില്ല. അപ്പോൾ എത്ര പമ്പ് ചെയ്ത് നമ്മൾ പ്രസ് ചെയ്താലും കറക്റ്റായിട്ട് വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പമ്പ് ചെയ്ത് ലോഡായിട്ട് നമ്മൾ ബ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു നോബുണ്ട്. ഇതുണ്ടോ, ഇത് പ്രസ് ചെയ്തിട്ട് ഈ പൈപ്പ് ബാക്കിലേക്ക് വലിക്കണം. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ബാക്കിൽ വരും. ഈ ഡമ്മി വരുന്നുണ്ട്, അതുപോലെ ഒരു സ്റ്റെപ്പ് ബാക്കിൽ വരും. ആ ബാക്കിൽ വരുന്ന സമയത്ത് ഈ ബ്ലീഡിങ് ട്യൂബിലൂടെ നമുക്ക് ആ എയറും ഫ്ലൂയിഡുമായിട്ട് പുറത്ത് കിടും. പിന്നെ നമ്മൾ അപ്പം തന്നെ തിരിച്ച് അത് അമർത്തിയതിന് ശേഷം വീണ്ടും പമ്പ് ചെയ്ത് പിന്നെ ആക്കി, അങ്ങനെ കുറേ പ്രാവശ്യം ആക്കിയാൽ അതിൻ്റെ എയർ ബ്ലീഡ് ആവുള്ളൂ, കറക്റ്റായിട്ട് പെഡൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാനൊരു ട്രിക്ക് ഉണ്ട്. അത് ഒരു 2 സെക്കൻഡ് പരിപാടിയുള്ളൂ. നമ്മൾ ഈ പുതിയ സാധനം കയറ്റിയതിന് ശേഷം നമ്മൾ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് 2 സ്റ്റെപ്പ് കയറും. ഈ ഹോസ്, ബ്രേക്കിൻ്റെ ഹോസ് ഇട്ട്, ഞാനിത് ഡമ്മിയിലാണ് കാണിക്കുന്നത്. 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് കയറും. അപ്പോൾ നമ്മൾ ഇത് എല്ലാം കയറ്റിയതിന് ശേഷം ഹോസ് ഇട്ടിട്ട് ഫുള്ളായി ആക്കി 1 സ്റ്റെപ്പ് പുറകിലോട്ട് വലിച്ചു വയ്ക്കുക. 1 സ്റ്റെപ്പ് പുറകിലോട്ട് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഈ ക്യാപ്പ് തുറന്നിടുക. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്ന് ഫ്ലൂയിഡ് കംപ്ലീറ്റും പുറത്ത് വരും. എയർ മൊത്തം പോയിട്ട് ഫ്ലൂയിഡ് പുറത്ത് വരും. ആ ഫ്ലൂയിഡ് പുറത്ത് വരുമ്പോൾ തന്നെ നമ്മൾ 1 മിനിറ്റ് 2 മിനിറ്റ് ഫുള്ളായിട്ട് പുറത്തേക്ക് തള്ളാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് പുറത്ത് വരുമ്പോൾ ആ എയറും ഫ്ലൂയിഡും കൂടി പുറത്ത് വന്ന് മൊത്തം ബ്ലീഡ് ആയിക്കോളും. അതിനുശേഷം ഈ പൈപ്പിനൊന്ന് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എയറെല്ലാം പോയി പക്കയായിട്ട് പെഡൽ കയറും. ഇതിപ്പോൾ നമ്മൾ നോർമൽ അല്ല, ഇപ്പോൾ പക്കാണ്. ഞാനിതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരാളുടെ ആവശ്യമോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് അവിടെ നിന്ന് എയർ എടുക്കേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല. മനസ്സിലായില്ലേ? ഇത് പക്ക പമ്പിങ് കറക്റ്റാണ്. നേരത്തെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഒരാൾ പമ്പ് ചെയ്യും, അവിടെ ഒരാൾ അമർത്തി പിടിക്കും. അതാണെങ്കിൽ നമ്മൾ കാലിങ്ങനെ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പിന്നെ അമർത്താൻ ഭയങ്കര ടൈറ്റ് ആയിരിക്കും, നല്ല ടൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ കൈയൊക്കെ വേദന എടുക്കും. അപ്പം എന്നാൽ ചെയ്താലോട്ടും അത് അത്ര ശരിയാവില്ല. അപ്പോൾ ഇത്രയും നിസ്സാര ചെറിയൊരു പണിയുള്ളൂ. ഈ സാധനം കയറ്റിയിട്ട് ആ ട്യൂബ് ഇട്ടതിന് ശേഷം ഒരു ടീത്ത് ബാക്കിലേക്ക് വലിച്ചു വെച്ചിട്ട് പെഡൽ പൊക്കി വെക്കണം കേട്ടോ. പെഡൽ താഴെ നിൽക്കും ചിലപ്പം. ആ പെഡൽ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം ഫ്ലൂയിഡ് പുറത്ത് ചാടും. 1 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ബ്രേക്ക് ഫ്ലൂയിഡ് കറക്റ്റ് ഫില്ല് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ പിന്നെയും എയർ കയറും. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കറക്റ്റ് ലെവലാക്കിയിട്ട് അവിടെ തുറന്ന് നോക്കി കഴിഞ്ഞാൽ എയറും കംപ്ലീറ്റ് പോയി പെഡലും കറക്റ്റ് ആവും. അതിന് ശേഷം ഒരു 10-20 ഡ്രോപ്പ് താഴെ പോയതിന് ശേഷം ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് നേരെ വന്നിട്ട് ഇവിടെ നിന്ന് ചവിട്ടി നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് പെഡലായിട്ടുണ്ടാവും. പിന്നെ ഒന്നും ചെയ്യണ്ട, മതി, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രയും ഈസിയാണ് സംഭവം. ഇതിനു വേണ്ടി നമുക്ക് ഒരുപാട് 2 ആളുടെ ആവശ്യമോ പമ്പ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. ഇട്ടതിന് ശേഷം ഈ ഓയിലിൻ്റെ ഭാഗം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. വെള്ളം ഒഴിച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചാൽ മതി. ബാക്ക് ഫ്ലൂയിഡ് കംപ്ലീറ്റ് ക്ലീൻ ആയിക്കോളും. ശേഷം ബ്രേക്ക് ഓയിൽ കറക്റ്റ് ലെവലാണോ നോക്കുക. ലെവലാണെങ്കിൽ അങ്ങനെ വിടാം. എല്ലാം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്ത് വിടാം. ഇതിപ്പോൾ കറക്റ്റ് ലെവലാണ്, മാക്സിമത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു പൊടിക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ഒഴിച്ചിട്ട് പമ്പ് ചെയ്ത് കറക്റ്റായിട്ട് ഇട്ടാവുന്നുള്ളൂ. അപ്പോൾ ഇത്ര നിസ്സാര ചെറിയൊരു കാര്യമുള്ളൂ. ഒരേ ഒരാളുടെ ആവശ്യമുള്ളൂ ക്ലച്ച് സിലിണ്ടർ മാറാനായിട്ട്. എല്ലാവർക്കും പല ഐഡിയ ഉണ്ടാവും. ഇതിപ്പോൾ എൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇതിനേക്കാളും സിമ്പിളായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അതിപ്പോൾ എനിക്ക് ഉപകാരമാവും.
എനിക്കറിയാവുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.